Module-3 Part C question. State and prove a necessary and sufficient condition for convergence of sequence Zn equal to xn plus Iyn of complex numbers. അത് നമ്മളുടെ മൊഡ്യൂൾ 3 തിയറം 1 ആണ്. നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് സീക്വൻസ് ഒരു ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യണമെങ്കിൽ ആ സീക്വൻസിന്റെ റിയൽ പാർട്ട് ലിമിറ്റിന്റെ റിയൽ പാർട്ടിലേക്കും സീക്വൻസിന്റെ ഇമാജിനറി പാർട്ട് ലിമിറ്റിന്റെ ഇമാജിനറി പാർട്ടിലേക്കും കൺവേർജ് ചെയ്യണം എന്നുള്ള ഒരു ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ ആണത്. അപ്പൊ എയുടെ ആൻസർ തിയറം 1 ആണ്. ബിയുടെ ആൻസർ പാർട്ട് എ ഉപയോഗിച്ചുകൊണ്ട് സീരീസിന്റെ ഒരു നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ പ്രൂവ് ചെയ്യാനാണ്. അത് തിയറം 2 ആണ്. മൊഡ്യൂൾ 3 തന്നെ തിയറം 2 ആണ്. പിന്നെ സീക്വൻസ് കൺവേർജ് ചെയ്യുമെങ്കിൽ അല്ലെങ്കിൽ സീരീസ് കൺവേർജ് ചെയ്യുമെങ്കിൽ nth ടേം ടെൻസ് ടു 0 എന്നുള്ള തിയറം അത് തിയറം 2ന്റെ കൊറോളറി ആണ്. കൊറോളറി ഓഫ് തിയറം 2. ഈ മൂന്ന് കാര്യങ്ങളും മാത്രം തിയറമായിട്ട് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളൂ ഈ മൊഡ്യൂളിൽ. അടുത്ത ക്വസ്റ്റ്യൻ, represent the function f of z equal to z plus 1 by z minus 1 by its Lorentz series in the domain 1 less than mod z less than infinity. അപ്പൊ ഇതിനെ ലോറൻസ് സീരീസിലേക്ക് മാറ്റണം. ഈ ഡൊമൈനിലാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 1 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ ഇൻഫിനിറ്റി, അതായത് മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1, അതായത് 1 ബൈ മോഡ് സെറ്റ് ലെസ് ദാൻ 1, അതായത് മോഡ് 1 ബൈ സെറ്റ് ലെസ് ദാൻ 1. ഓക്കെ, അപ്പൊ മോഡ് 1 ബൈ സെറ്റ് ലെസ് ദാൻ 1 എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഓക്കെ, അത് ഓർത്ത് വെക്കുക. സോ ഈ ഫംഗ്ഷൻ നമ്മൾ എഴുതി, എന്നിട്ട് ഇതിനെ നമുക്ക് റീറൈറ്റ് ചെയ്ത് എന്ത് ഫോം ആക്കണം? ഒന്നെങ്കിൽ 1 ബൈ 1 മൈനസ് ഇസെറ്റ് എന്നുള്ള ഫോം ആക്കണം, അല്ലെങ്കിൽ 1 ബൈ 1 പ്ലസ് ഇസെറ്റ് എന്നുള്ള ഫോം ആക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഇസെറ്റ് പ്ലസ് 1നെ നമുക്ക് എഴുതാം ഇസെറ്റ് മൈനസ് 1 പ്ലസ് 2 എന്ന് എഴുതാമല്ലോ. മൈനസ് 1 പ്ലസ് 2 1 ആണ്. സോ ഇസെറ്റ് പ്ലസ് 1നെ ഇസെറ്റ് മൈനസ് 1 പ്ലസ് 2 എന്ന് എഴുതി, ഇസെറ്റ് മൈനസ് 1നെ ഇസെറ്റ് മൈനസ് 1 എന്ന് തന്നെ എഴുതി. ഇനി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. z minus 1 by z minus 1 plus 2 by z minus 1 equal to 1 plus 2 by z minus 1. നമ്മൾക്കറിയാവുന്നത് 1 by z ലെസ് ദാൻ 1 എന്നാണ്. സോ നമുക്ക് വേണ്ട ഫോം 1 by 1 മൈനസ് 1 by z, അല്ലെങ്കിൽ 1 by 1 plus 1 by z ഫോം ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഇസെറ്റും പുറത്തേക്ക് കൊണ്ടുവരിക. 2 by z ഇൻറ്റു 1 മൈനസ് 1 by z എന്നാക്കി എഴുതും. അതായത് 1 പ്ലസ് 2 by z ഇൻറ്റു 1 by 1 മൈനസ് 1 by z. അത് ഈക്വൽ ടു 1 പ്ലസ് 2 by z ഇൻറ്റു സിഗ്മയിലേക്ക് മാറ്റാം. ഇതെന്ത് ഫോമിലാണ്? 1 by 1 മൈനസ് ഇസെറ്റിന്റെ ഫോമാണ്. അത് ഈക്വൽ ടു സിഗ്മ z റൈസ് ടു n ആണ്. മോഡ് z ലെസ് ദാൻ 1 ആണെങ്കിൽ, ഇവിടെ മോഡ് 1 ബൈ z ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് സിഗ്മയിലേക്ക് മാറ്റി എഴുതാം. ഇതിനെ 0 to infinity 1 by z whole raised to n, since mod 1 by z is less than 1, equal to 1 plus 2 by z sigma n from 0 to infinity 1 by z raised to n, equal to 1 plus 2 into sigma n from 0 to infinity ഈ z ഉം z raised to n ഉം കൂടി 1 by z raised to
n+1 എന്നാവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ആൻസർ. ഡൊമൈൻ 1 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ ഇൻഫിനിറ്റി. പിന്നെ പാർട്ട് ബി. ഈ പാർട്ട് ബി ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിൽ തന്നെ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ വരേണ്ടത് z/z-1 ഇൻറ്റു z-3 എന്നാണ് വരേണ്ടത്. അതുപോലെ ഈക്വൽ ടു -1/2 ഇൻറ്റു z-1 ഇൻറ്റു 3 ഇൻറ്റു സിഗ്മ z-1 റേസ് ടു n 2 റേസ് ടു 2n പ്ലസ് 2 എന്നാ വരണ്ടേ. ഇതേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആക്ച്വലി മിസ്റ്റേക്ക് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അറ്റംപ്റ്റ് ചെയ്താലും മാർക്ക് കിട്ടുമായിരിക്കാം. ഇതിന്റെ ആൻസർ എന്നാലും എഴുതുക. നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത് z/z-1 ഇൻറ്റു z-3 ഈക്വൽ ടു -1/2 ഇൻറ്റു z-1 -3 ഇൻറ്റു സിഗ്മ n ഫ്രം 0 to infinity z-1 raised to n divided by 2 raised to n plus 2. ഇതാണ് കറക്റ്റ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ z/z-1 ഇൻറ്റു z-3 കൺസിഡർ ചെയ്യുക. നമ്മളുടെ ഡൊമൈൻ എന്താണ്? 0 ലെസ് ദാൻ മോഡ് z-1 ലെസ് ദാൻ 2 ആണ് ഡൊമൈൻ. അതിന്റെ അർത്ഥം എന്താ? മോഡ് z-1 ഡിവൈഡ് ബൈ 2 ലെസ് ദാൻ 1 എന്നാണ് അതിന്റെ അർത്ഥം. അത് അവിടെ വെച്ചേക്കുക. എന്നിട്ട് ഈ എക്സ്പ്രഷൻ എടുത്തു. അതിന് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇത് ഈക്വൽ ടു സം a/z-1 പ്ലസ് സം b/z-3. ഇനി ഈ എയും ബിയും കണ്ടുപിടിക്കണം. ഈ ടേം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് z ഈക്വൽ ടു a ഇൻറ്റു z-3 പ്ലസ് b ഇൻറ്റു z-1 എന്ന് കിട്ടും. അതായത് z ഈക്വൽ ടു ഇസഡിന്റെ കോഎഫിഷ്യൻസ് അതൊക്കെയാണ് എയും ബിയും. ഓക്കെ, a പ്ലസ് ബി ഇൻറ്റു ഇസഡ്, കോൺസ്റ്റന്റ് ടേംസ് -3aയും -bയും. ഇനി എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ് ടേംസ് രണ്ട് സൈഡിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? -3a - b ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിന്ന് b ഈക്വൽ ടു -3 എന്ന് കിട്ടും. ഇനി ഇസഡിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ a പ്ലസ് ബി ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതിൽ ബിക്ക് പകരം -3 കൊടുക്കുക. അപ്പോൾ a -3a ഈക്വൽ ടു 1 എന്ന് കിട്ടും. -2a ഈക്വൽ ടു 1 എന്ന് കിട്ടും. a എന്നുള്ളത് -1/2 കിട്ടും. a -1 ആകുമ്പോൾ b എന്തായിരിക്കും? b എന്നുള്ളത് -3a അല്ലേ? ഈക്വൽ ടു -3 ഇൻറ്റു -1/2 ഈക്വൽ ടു 3/2. അപ്പോൾ a എന്നുള്ളത് -1/2 എന്നും b എന്നുള്ളത് 3/2 എന്നും കിട്ടി. സോ നമുക്ക് z/z-1 ഇൻറ്റു z-3നെ -1/2 ഇൻറ്റു 1/z-1 പ്ലസ് 3/2 ഇൻറ്റു 1/z-3 എന്ന് എഴുതാം. ഈക്വൽ ടു -1/2 ഇൻറ്റു z-1 പ്ലസ് 3/2. നമുക്ക് സീരീസിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മോഡ് z-1 എന്നുള്ള ടേം എവിടെയെങ്കിലും കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ഇവിടെ എവിടെയെങ്കിലും z-1 എന്നുള്ള ടേം നമ്മൾക്ക് വരുത്തണം. അതിന് വേണ്ടിയിട്ട് 1/z-3നെ
z മൈനസ് ത്രീയിൽ ഈ മൈനസ് ത്രീനെ -2 -1 എന്നാക്കുക. ഓക്കെ, z മൈനസ് ത്രീക്ക് പകരം -2 പ്ലസ് z -1 എന്നാക്കുക. ഓക്കെ, ഈക്വൽ ടു -1/2 ഇൻറ്റു z -1 പ്ലസ് 3/2 ഇൻറ്റു 1 z -1 കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുക്കും. z -1 പുറത്തേക്ക് എടുത്തു. അപ്പൊ ബാക്കി ഇവിടെ എന്താ വരിക? ഇവിടെ z -1 ഇല്ല, z -1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. -2/z -1 പ്ലസ് 1 ഈക്വൽ ടു -1/2 ഇൻറ്റു z -1. നമുക്ക് വേണ്ട ഫോം 1/1 പ്ലസ് z അല്ലെങ്കിൽ 1/1 മൈനസ് z ഫോം ആണ്. സോ ഇത് തിരിച്ചെഴുതണം. അപ്പോൾ നെഗറ്റീവ് പുറത്തേക്ക് എടുത്തിട്ട് എന്തെഴുതാം? തിരിച്ചെഴുതുക. 1 മൈനസ് 2/z -1 ആക്കുക. ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. z -1 അല്ല പുറത്തേക്ക് എടുക്കേണ്ടത്. z -1/2 ആണ് മോഡ് ലെസ് ദാൻ 1 ആയിട്ടുള്ള. സോ ഇവിടെ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 2 കൊണ്ടുവരണം. അപ്പൊ ഈ 2 പുറത്തേക്ക് എടുത്താൽ ഇവിടെ ഡിവൈഡ് ബൈ 2 വരും. അപ്പൊ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പൊ -1/2 ഇൻറ്റു z -1 പ്ലസ് 3/2 ഇൻറ്റു 1/-2 പുറത്തേക്ക് എടുക്കുക. അപ്പൊ 1 മൈനസ് z -1/2 എന്നുള്ള ഫോമിലേക്ക് മാറും. ഈക്വൽ ടു -1/2 ഇൻറ്റു z -1 പ്ലസ് അല്ല മൈനസ് ആവും അല്ലെ, ഈ മൈനസ് ഇവിടെ വരും. -3/2 ഇൻറ്റു 2 സ്ക്വയർ 1/1 മൈനസ് z -1/2 ഈക്വൽ ടു -1/2 ഇൻറ്റു z -1 മൈനസ് 3/2 സ്ക്വയർ. ഇത് സിഗ്മയിലേക്ക് മാറ്റുക. സിഗ്മ n ഫ്രം 0 ടു ഇൻഫിനിറ്റി 1/1 മൈനസ് z ഫോം ആണ്. അതിന്റെ ഫോം z റൈസ് ടു n അല്ലെ. അപ്പൊ z -1/2 ഹോൾ റൈസ് ടു n ഇങ്ങനെ എഴുതാൻ പറ്റിയത് കൊണ്ടാണ്. എഴുതാൻ പറ്റിയത് മോഡ് z -1/2 ന്റെ മോഡ് ലെസ് ദാൻ 1 ആയതുകൊണ്ട്. ഈക്വൽ ടു -1/2 ഇൻറ്റു z -1 മൈനസ് 3 ഇൻറ്റു സിഗ്മ n ഫ്രം 0 ടു ഇൻഫിനിറ്റി z -1 ഹോൾ റൈസ് ടു n എഴുതുക. താഴെ 2 റൈസ് ടു n വരും. 2 റൈസ് ടു n ഉം 2 സ്ക്വയറും കൂടി 2 റൈസ് ടു n പ്ലസ് 2 ആവും. സോ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. Question: derive the Lorentz series expansion of e raised to z by z plus 1 whole square in terms of z plus 1 if 0 less than mod z plus 1 less than infinity. ഇപ്പോൾ ഈ എക്സ്പ്രഷൻ z plus 1ന്റെ പവറിലുള്ള ലോറൻസ് സീരീസ് ആക്കി മാറ്റാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എഴുതാം e raised to z divided by z plus 1 whole square. ഇതിന് ഇതിൽ e raised to z ൽ z പകരം z plus 1 മൈനസ് 1 എന്ന് എഴുതുക. കാരണം നമുക്ക് z plus 1ന്റെ പവറിലാണ് വേണ്ടത്, അതുകൊണ്ടാണ് പ്ലസ് 1 കൊണ്ടുവന്നത് അവിടെ. ഇനി എന്ത് ചെയ്യുക? ഇത് സ്പ്ലിറ്റ് ചെയ്യുക. e raised to z plus 1 ഇൻറ്റു e raised to minus 1 എന്നാക്കുക. താഴെ z plus 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു e raised to minus 1 എന്ന് വെച്ചാൽ 1/e പിന്നെ 1/z plus 1 ഹോൾ സ്ക്വയർ ഉണ്ട്, പിന്നെ ഈ e raised to z plus 1 ഉണ്ട്. ഈക്വൽ ടു 1/e 1/z plus 1 ഹോൾ സ്ക്വയർ ഇൻറ്റു സിഗ്മ n ഫ്രം 0 ടു ഇൻഫിനിറ്റി e raised to z ന്റെ സീരീസ് ഫോർമുല എന്താണ്? സിഗ്മ z raised to n by n ഫാക്ടോറിയൽ. ഇവിടെ z ന് പകരം z plus 1 ആണ്. അപ്പൊ z plus 1 raised to n by n ഫാക്ടോറിയൽ. ഇവിടെ കണ്ടീഷൻ കൺവേർജൻ മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇവിടെ z ന് പകരം z plus 1 ആണ്. അപ്പൊ മോഡ് z plus 1 ലെസ് ദാൻ ഇൻഫിനിറ്റി ഈക്വൽ ടു
1 by e sigma n from 0 to infinity ഈ z plus 1 raised to n ഉം താഴെയുള്ള z plus 1 raised to 2 ഉം കൂടി z plus 1 raised to n minus 2 എന്ന് എഴുതാം divided by n factorial. Okay. അതായത് 1 by e ഇൻറ്റു എന്നിന് 0 കൊടുത്താൽ എന്താ കിട്ടുക ഇവിടെ 0 കൊടുത്താൽ z plus 1 raised to minus 2 എന്ന് വരും താഴെ 0 factorial 1 അപ്പോൾ ആക്ച്വലി വരുന്നത് z plus 1 by z plus 1 raised to 2 എന്ന് വരും 1 എടുക്കുമ്പോൾ ഇത് raised to minus 1 വരും ഇവിടെയും 1 factorial 1 തന്നെ വരും ഓക്കെ അപ്പോൾ പ്ലസ് 1 by z plus 1 വരും പിന്നെ 2 കൊടുക്കുമ്പോൾ 0 ആയി പോകും മുകളിൽ കോൺസ്റ്റന്റ് ടേം വരും 2 factorial 2 അപ്പോൾ 1 by 2 factorial വരും ഇനി 3 കൊടുക്കുമ്പോൾ z plus 1 raised to 1 by 3 factorial 4 കൊടുക്കുമ്പോൾ z plus 1 square by 4 factorial plus etc. പാർട്ട് എ കഴിഞ്ഞു ഇനി പാർട്ട് ബി ലെറ്റ് f of z equal to 1 by z minus I whole square. Use Lorentz series expansion to prove that integral over c dz by z minus I raised to minus n plus 3 equal to 2 pi I n equal to 2ൽ ഇതാ പ്രൂവ് ചെയ്യണ്ടോ സോ പാർട്ട് ബിയിൽ പ്രൂവ് ചെയ്യേണ്ട ഇന്റഗ്രൽ ഓവർ c dz by z minus I whole raised to minus n plus 3 d equal to 2 pi I എന്നാ പ്രൂവ് ചെയ്യണ്ടേ വേറെ n ഈക്വൽ ടു 2 എന്നും ഉണ്ട് അല്ലേ അപ്പൊ n 2 കൊടുത്തത് കിട്ടും ഇന്റഗ്രൽ ഓവർ c dz by z minus I whole raised to minus 2 plus 3 അതായത് z minus I raised to 1 ഈക്വൽ ടു 2 pi I ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് അതായത് ഇന്റഗ്രൽ ഓവർ c dz by z minus I ഈക്വൽ ടു 2 pi I എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ നിന്ന് നമുക്ക് bn ന്റെ ഫോർമുല അറിയാം bn ന്റെ ഫോർമുല bn ഈക്വൽ ടു 1 by 2 pi I integral over c f of z by z minus z naught whole raised to minus n plus 1 ആണ് ഓക്കെ ഇതില് ഇന്റഗ്രൽ 2 കൊടുക്കുക b2 1 by 2 pi I integral over c f of z by z minus z naught ഒരു I ആണ് z minus I whole raised to minus 2 plus 1 എത്രയാണ് minus 1 minus 2 plus 1 dz equal to 1 by 2 pi I integral over c ഫംഗ്ഷൻ എന്താണ് 1 by z minus I whole square ആണ് ഫംഗ്ഷൻ അതിട്ട് കൊടുക്കുക ഇന്റഗ്രൽ ഓവർ c 1 by z minus I whole square divided by z minus I whole raised to minus 1 അല്ലെ minus 2 plus 1 minus 1 dz അതായത് b2 equal to 1 by 2 pi I integral over c
1 by z മൈനസ് I dz എന്ന് കിട്ടും. ഓർ നമുക്ക് എന്ത് എഴുതാം? ഇപ്പൊ എന്താ കിട്ടിയ? B2ന്റെ വാല്യൂ കിട്ടിയ. B2 ഈക്വൽ ടു 1 by 2 pi I ഇന്റഗ്രൽ ഓവർ C 1 by z മൈനസ് I dz implies integral over C 1 by z minus I dz equal to 2 pi I B2. പക്ഷെ B2 എന്ന് വെച്ചാൽ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് 1 by z minus I whole square ആണ്. ലോറൻസ് സീരീസില്ല, ഇൻ ദ ലോറൻസ് സീരീസ്. പക്ഷെ നമ്മളുടെ ഫംഗ്ഷൻ ഓൾറെഡി ഒരു ലോറൻസ് സീരീസ് ഫോമിലാണ്. 1 by z minus 1 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോം തന്നെ ലോറൻസ് സീരീസ് ആണ്. ബാക്കി ടേംസ് എല്ലാം 0 എന്നേ ഉള്ളൂ. സോ ഇത് ആക്ച്വലി കോഎഫിഷ്യന്റ് ഓഫ് 1 by z മൈനസ് I ഹോൾ സ്ക്വയർ തന്നെയാണ്. അതെന്താണ്? 1. ഇതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ B2 ഈക്വൽ ടു 1. അപ്പൊ എന്തായിട്ട് മാറും ഇത്? Therefore ഇന്റഗ്രൽ ഓവർ C 1 by z മൈനസ് I dz ഈക്വൽ ടു 2 pi I into B2 ഈക്വൽ ടു 2 pi I into 1 ഈക്വൽ ടു 2 pi I എന്ന് കിട്ടും. ഇനിയുള്ള പാർട്ട് സി ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്, ഓൾറെഡി പ്രൂവ് ചെയ്തത്. ഇത് മിസ്റ്റേക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 3 വരണം, ഇവിടെ 2 വരണം.